അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് 20ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പത്തിരിക്കുള്ള മാവുമ്മ കുഴക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അരിയാണ് കേട്ടോ. അങ്ങനെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് അതൊക്കെ പരത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ചിക്കൻ വെച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിയൊക്കെ വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പത്തിരിയും ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുകൂടെ ചെയ്യുന്നുണ്ട്. പത്തിരിയൊക്കെ ഫുള്ളായിട്ട് ചുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഇതാ കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി മൂടിയൊക്കെ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇന്ന് സ്നാക്കായിട്ട് കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കായ്പോളക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കോഴിമുട്ടയും പഴവും പിന്നെ കാഷ്യൂ നട്ട്സ് ഇതൊക്കെയാണ് അതിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ പഴം ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള അണ്ടി മുന്തിരി ഒന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഇതാ ഒരു പാനൊക്കെ ചൂടാക്കിയിട്ട് അതിൽ നെയ്യിട്ട് കൊടുക്കുകയാണ്. ഈ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് രണ്ടും പാടെ നടക്കണില്ല കേട്ടോ. അപ്പോൾ ഫോണൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തീക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടി ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറാകണം. അതിന് ശേഷം മാത്രം മുന്തിരി ഇട്ട് കൊടുക്കുക. അതൊന്നും ഇപ്പോൾ ആർക്കും അറിയാത്തൊന്നുമില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കിട്ടാ. അണ്ടിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്ത് മുന്തിരി ഞാൻ കഴുകിയിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. സാരമില്ല. വീഡിയോ എടുക്കണ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മുന്തിരി കഴുകിയത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഒട്ടും കുളർക്കാതെ ചട്ടിക്കൊണ്ടിട്ടു കേട്ടോ. ഞാൻ പെട്ടെന്ന് ക്യാമറ ആയിട്ട് പുറകോട്ട് പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാളോ കൊണ്ടിട്ടാ. മുന്തിരി കഴുകാതെ യൂസ് ചെയ്യണത് നല്ലതല്ല. കാരണം ഭയങ്കര എന്താ പറയുക വിഷമടിച്ചിട്ടാട്ടോ മുന്തിരി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണക്കമുന്തിരി ആയാലും നല്ല കഴുകി തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ ഇതൊക്കെ ഞാനിതാ ഒരു പാത്രത്തേക്ക് കോരി മാറ്റുന്നുണ്ട്. സെയിം പാനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ നെയ്യിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പഴവിടെ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ചെറിയ മീഡിയം സൈസിലുള്ള. അങ്ങനെ പഴമൊക്കെ ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വാടിക്കോട്ടെ. വല്ലാണ്ട് പഴുത്ത പഴമല്ല കേട്ടോ. നല്ല പഴുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കുകയാണ് ഗൈസ്. പപ്പായൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് 4 കോഴിമുട്ടയാണ്. നിങ്ങൾക്ക് നിങ്ങളെ അളവിനനുസരിച്ച് കോഴിമുട്ട കുറയ്ക്കുക കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 കോഴിമുട്ട നമ്മുടെ മിക്സി ജാറൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് 2 ഏലക്കയാണ് കേട്ടോ. 2ഓ 3ഓ എടുക്കാം. ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനൊരു 5 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്ക് അത്യാവശ്യം മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വേണ്ടത് കുറച്ച് പാലാണ്. അങ്ങനെ ഞാൻ ഇതിലേക്ക് പാലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു മുട്ടയുടെ ഫ്ലേവർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പാല് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബൗളിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിലൊന്ന് കുറച്ചിട്ട് കൊടുക്കുക. പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ഡെക്കറേഷൻസിനൊക്കെ ആവശ്യമുണ്ട്, കുറച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു പാൻ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് നെയ്യോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാൻ ചൂടായതിനു ശേഷമാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഇതിൻ്റെ ഇടയിലൊരു പഴയ തട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചട്ടി മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, പഴയൊരു തട്ടുണ്ടായിരുന്നു അത് വെച്ച് കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാൻ വെച്ച് കൊടുത്തത് കേട്ടോ. ഡയറക്റ്റ് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതൊക്കെ ഞാനിത് ഒഴിച്ചതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത ആൾ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു വട്ടം നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് കാണുക കേട്ടോ. അങ്ങനെ ഇപ്പോഴാണ് ഞാൻ തട്ട് വെച്ച് കൊടുത്തത് ഗൈസ്. നിങ്ങൾ മറക്കണ്ട വെച്ചിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് മൂടിയൊക്കെ വെച്ചിട്ട് ഒരു സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടി മുന്തിരി ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കായ്പോള ഉണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ. അത്രയും സിമ്പിളാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.
ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് റമദാൻ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ പോയിട്ടൊന്ന് വിസിറ്റ് ആക്കുക. വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദാശസൂട്ടന് അത്തായക്കളന് ഇവിടെ ചായ കുടിക്കുന്നു ഗൈസ്. ഇതാ അവിടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കായപ്പോളേൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കൽ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ജ്യൂസും സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. നാരങ്ങ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കായപ്പോളയും സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ 20ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.